ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. आज छुट्टी कोई वर्क वगैरह कुछ नहीं करके आती. അപ്പോൾ ദവാൽ വില്ലേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണ് പവൻബായുടെ വില്ലേജ്. അപ്പോൾ അധികം വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകളേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ കസോൾ അല്ലെങ്കിൽ മണാലിയിലെ ക്ലൈമറ്റുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റിയില്ല. വളരെ നോർമലായിട്ടുള്ള ക്ലൈമറ്റ്, നമുക്ക് കേരളത്തിലൊക്കെ കിട്ടുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ എന്തായാലും നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ പവൻബായുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഒരു 12 മണിയായി രാത്രി. അപ്പോൾ ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് ഇതേ പവൻബായ കൊണ്ട് ഇവിടെയാണ് ദാപ്പോ സ്റ്റാറൊക്കെ കറക്കി നിൽക്കുന്നു. ദവാൽ വില്ലേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം കാണാൻ കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലൊക്കെ കൃഷി ചെയ്യുന്ന അതുപോലത്തെ ഐറ്റംസാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റും കേരളത്തിലെ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇവിടെ പവൻബായുടെ വീടിൻ്റെ ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാവിൻ തോട്ടമാണ്. പല ടൈപ്പ് വെറൈറ്റി മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്നു. അപ്പോൾ ഇത് പാകമായിട്ടില്ല. ഒരു സീസൺ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു 2 മാസത്തോടെ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയായി കഴിക്കാനുള്ള ഒരു പാകത്തിലേക്ക് വരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഹിമാചലിൽ ഉടനീളം കറങ്ങി നടന്നിട്ട് നമുക്കിവിടെ ഈ ചക്ക കാണാൻ കഴിഞ്ഞില്ല. അത് ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വരിക്കച്ചക്കയാണ് ഇവിടെ പവൻബായുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായി നിൽക്കുന്നു. അതും ചെറുതായിട്ടേ ഉള്ളൂ, വലുതായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ UP സൈഡിൽ നിന്ന് എവിടെ നിന്ന് ഇവിടെ പണിക്ക് വന്ന ആൾക്കാർ അവർ ഇട്ടിട്ട് പോയ ഒരു കുരുവിൽ നിന്നാണ് ഇവിടെ ചക്ക ഉണ്ടായി നിൽക്കുന്നത്. അപ്പം വേറെ ഒരിടത്തും ഇത്രയും നാൾ ഞാൻ ഹിമാചൽ പ്രദേശിൽ ഇറങ്ങി നടന്നിട്ട് ഇതുവരെ നമുക്കിത് ഇതുപോലൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു മരം കാണാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ പവൻബായുടെ ഇവിടെ വീട്ടിലുള്ള പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പവൻബായുടെ പപ്പയെ പരിചയപ്പെട്ടു, അമ്മയെ പരിചയപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ തൊട്ടടുത്തടുത്തായിട്ടാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ ആൾക്കാർ ചേട്ടനും അനിയനും അപ്പൻ്റെ ചേട്ടനും അനിയനും അങ്ങനെ എല്ലാവരും തൊട്ടടുത്തടുത്ത വീടുകളിലായിട്ടാണ് താമസിക്കുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് ഓടി ചെല്ലുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസം പവൻബായുടെ വീട്ടിലും അല്ലെങ്കിൽ ഇവിടുത്തെ പരിസരത്ത് പവൻബായുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയുള്ള ചെറിയ യാത്രകളൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, പവൻബായുടെ വീടിൻ്റെ പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മലയൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നും നട്ട് വെച്ചിരിക്കുന്നതല്ല. ഇതൊക്കെ ഇവിടെ വിറകിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഉണ്ടായി വന്നേക്കുന്ന സാധനം ഇതിൽ നിന്നാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്ഥലം ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കുവാണ്. അപ്പം പവൻബായുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ, അത്ര ഏരിയയിൽ നിന്നാണ് ഇവർക്ക് വിറകും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പവൻബായുടെ കൃഷിത്തോട്ടമാണ്. രാവിലെ പവൻബായ ഏതാണ്ട് എല്ലാം നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. വഴുതന പോലത്തെ ഒരു ഐറ്റമാണിത്. നല്ല ഫ്രഷായിട്ട് ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ താഴെയൊക്കെ കാണാം. ഇവിടെ മത്തനൊക്കെയാണ് നട്ടേക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇത് മക്കി എന്ന് പറയും ഇവിടെ ഈ കാണുന്ന ഐറ്റം. നമ്മൾ കോൺ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഗ്രില്ലൊക്കെ ചെയ്ത് നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആ ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് പവൻബായുടെ വീട്. ഇവിടെയാണ് അടുക്കളയൊക്കെ ഇവിടുത്തെ വീടുകളിലൊക്കെ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അടുക്കളയും ടോയ്ലറ്റും എല്ലാം വീടിന് വെളിയിലായിട്ടാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു സ്റ്റെപ്പൊക്കെ കയറി വേണം പോകാനായിട്ട്. അങ്ങനെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കിട്ടിയേക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഒരു സബ്ജി ഉണ്ട്, പയറിൻ്റെ ഒരു സബ്ജി. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് നാടൻ നെയ്യാണ്. ഇതിൻ്റെ നെയ്യ് ആകുന്നതിന് മുമ്പത്തെ ഒരു പ്രോസസ്സാണ്. ഈ ഒരു രീതിയിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഒരു ചട്നി ഉണ്ട്, പിന്നെ കുക്കുംബർ, പിന്നെ റൊട്ടി. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത്. ഉപയോഗിക്കുന്ന അടുപ്പാണ് വളരെ വെറൈറ്റി ഷേപ്പിലുള്ള അടുപ്പാണ്. അപ്പം പുകയൊന്നും ഇവിടെ അടുക്കളയിലേക്ക് ഒട്ടും വരികയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുകയൊക്കെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ചിമ്മിനി പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ നെയ്യ് കൂട്ടിയുള്ള നാടൻ നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതും ഈ ചപ്പാത്തിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷയില്ല. फिर टीवी
സത്ലൂജ് എന്ന് പറയുന്ന റിവർ കാണാം. അപ്പോൾ ബിയാസ് റിവറുമായിട്ട് പാർവതി റിവർ കൂടിച്ചേർന്ന് അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് ഈ റിവറിൻ്റെ പേര് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇന്നലെ രാത്രി ട്രെക്ക് ചെയ്ത് നടന്നൊക്കെ വന്നത്. എന്തായാലും രാവിലെ വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ രസമാണ്. നല്ലൊരു ബ്ലൂ കളറിലാണ് ഇവിടുത്തെ ആ റിവർ ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഇവിടെ റോഡൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വഴി ആകെ 2 ബസ്സാണുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി വന്നുകൊണ്ടാണ് നമുക്ക് ബസ് കിട്ടാഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്ത് ഇവിടെ എത്തേണ്ടി വന്നത്. രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പവൻഭായിയുടെ പയ്യനും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ വില്ലേജൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്നാണ് പവൻഭായ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പവൻഭായിയുടെ പയ്യനുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം, പേരൊക്കെ ഒന്ന് ചോദിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. नाम क्या है आपका? प्रिंस। कौन सा स्टैंडर्ड में पढ़ते? 9th। अभी छुट्टी के लिए आया? कितना दिन का छुट्टी? 3 दिन का. അപ്പോൾ 3 ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ്. ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, സുന്നൻ നഗറിലാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ വന്ന് വണ്ടി ഇറങ്ങി ആ ഷെയർ ടാക്സിയൊക്കെ എടുത്ത് വന്ന അവിടെയാണ് ആൾ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരൂടെയാണ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. അങ്ങനെ ദവാൽ വില്ലേജിലെ ഇവിടെ കടകളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കട കണ്ടു. അതായത് ഒരു പാറയുടെ അടിവശത്തായിട്ടൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്താണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ധാബയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേണ്ടേ, ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. ധാബയുടെ പേര് പ്രിൻസ് ധാബ എന്നാണ് പേര്. വേണ്ട, നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആളെ കണ്ടു. भाई नमस्कार। नमस्ते। कैसे? ठीक है भाई। ठीक है। नाम क्या है आपका? कमल किशोर है भाई। कमल, ओके। आपका दुकान है ये? हाँ जी भाई। क्या क्या बनाते हैं इधर? सब कुछ बनता है, मोमो है, चाउमीन है। हाँ, सब बनते। उधर बहुत अच्छा क्लाइमेट है, बाहर इतना गर्मी है, अंदर ठीक है। हाँ जी भाई। कब स्टार्ट किया ये? इसको हो गया 6 साल भाई। നമ്മൾ നടന്ന് വില്ലേജിൻ്റെ താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആ റിവർ ഒഴുകുന്നത്. അപ്പോൾ ആ റിവറിൻ്റെ കളറൊക്കെ കാണാം. ഈ തൊട്ട് താഴെയാണ് റിവർ. നമ്മൾ റിവറിൻ്റെ സൈഡിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിവറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലൂ കളറിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളമാണ്. ഇവിടുന്ന് ഇത്രയും മുകളിൽ നിന്ന് നമുക്ക് ഈ റിവറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പോൾ തൊട്ട് താഴെയായിട്ടൊരു പവർ പ്ലാന്റ് ഉണ്ട്. അതായത് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ പവൻഭായിയുടെ ഫാദർ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നമ്മൾ ആ വഴി ക്രോസ് ചെയ്താണ് വന്നത്. പക്ഷേ നമുക്ക് രാത്രി വന്നപ്പോൾ ശരിക്കും ആ പവർ പ്ലാന്റിൻ്റെ കാഴ്ചകളോ അല്ലെങ്കിൽ റിവറിൻ്റെ ഈ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ ഇതുപോലെ കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഈ റിവറിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മൾ റിവറിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലമുണ്ട് ഇവിടുത്തെ. അപ്പോൾ പവൻഭായി ഒക്കെ പോകുന്ന അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടത്തേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ റിവറിൻ്റെ സൈഡിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബീച്ച് പോലെ തോന്നിക്കുന്ന നല്ല ഒരു റിവറാണ്. അപ്പോൾ ആ റിവറിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാണ്. അപ്പം വില്ലേജിൽ അധികം ഫാമിലീസ് ഒന്നുമില്ല, അല്ലെങ്കിൽ വില്ലേജിൻ്റെ പരിസരത്തായിട്ട് അധികം കടകളൊന്നുമില്ല. വളരെ കുറച്ച് കടകൾ മാത്രം. നമ്മളിപ്പോൾ 2 കടകളിൽ പവൻഭായിയുടെ ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് മന്ദിറിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ദിറിന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് പുഴ കാണാം. പുഴയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പവൻഭായ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നൊരു വില്ലേജ് അല്ല, തീരെ എന്നല്ല ഒട്ടും വരുന്നൊരു വില്ലേജ് അല്ല. അപ്പോൾ പവൻഭായി ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് നമുക്ക് ഇങ്ങനെ ഒരു വില്ലേജ് കാണാനായിട്ടും അല്ലെങ്കിൽ വില്ലേജിൽ ഇങ്ങനെ ഇവിടുത്തെ ഒരു ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയത്. താഴ്വാരത്തെത്തിയപ്പോൾ ഇവിടുത്തെ ടെമ്പിൾ കാണാം. പവൻഭായി ഒക്കെ വരുന്ന ടെമ്പിളാണിത്. ഇന്നലെ രാത്രി നമ്മൾ നടന്നു വന്ന ഒരു ബ്രിഡ്ജാണിത്. ഈ റൂട്ടിലാണ് നമ്മൾ നടന്ന് ഇന്നലെ പോയത്. മന്ദിറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റിവറിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മന്ദിറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു അശോക മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ കാണാം. പിന്നെ ഇവിടെ സൂചനാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റിവറിൽ ഇറങ്ങുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ റിവർ നല്ല ഫാസ്റ്റാണ്. അപ്പം നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ പോലും ഇവിടെ ഇറങ്ങുന്നത് അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ശാന്തമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഒഴുക്കൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മന്ദിറിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. പവൻഭായി മന്ദിറിലേക്ക് കയറുവാണ്. മന്ദിറിനകത്തേക്ക് കയറിയിട്ടുണ്ട്. കാലും കൈയൊക്കെ കഴുകി ഷൂസൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെ നമ്മൾ അകത്ത് കയറിയേക്കുവാണ്. പവൻഭായി അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. മന്ദിറിൻ്റെ അകത്ത് വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ചുറ്റും ഇതൊരു മാവും തോട്ടത്തിനകത്താണ് ഈ മന്ദിർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മന്ദിറിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ഈ മാവിൻ്റെ ഒരു തണൽ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാം ഇത്രയും തണലാണ്. പുറത്ത് നമ്മൾ വന്ന വഴിക്ക്
ശ്രദ്ധിച്ച് കാണും, വളരെ ചൂടേറിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് പുറത്ത് കിട്ടിയത്. പക്ഷേ എന്നാൽ നമ്മൾ മന്ദിറിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പേറിയ ഒരു ക്ലൈമറ്റ്, ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടും സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ये हमारे ब्रैडी माता का मंदिर है, यहाँ पे सूसकर शिव जी का मंदिर है, इधर ये हनुमान जी का। जुलाई में बड़ा फेस्टिवल है, 7 दिन मतलब सत्या भागवत का 7 दिन का भंडारा। ओके, जुलाई में അങ്ങനെ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റിവറിലേക്ക് നീണ്ടു കിടക്കുവാണ്. അപ്പോൾ അവിടെയും ഇവിടെ ഒരു മന്ദിർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ്, അവരുടെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അല്ല, ഇത് പവൻഭായ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ബാബയുടെ ശില്പം ഇവിടെ നമുക്ക് കാണാം. वासुदेव जी की समाधि है यहाँ पर। ये बहुत पुराने यहाँ के पुजारी रह चुके हैं। ये यहाँ पे ये अघोरी भी थे, मेरे दादाजी कहते थे कि ये अघोरी भी थे, और ये इनकी डेथ हो चुकी है। इन्होंने कहा था कि मेरी समाधि यहीं पर ही बनाई जाए, इसलिए यहाँ पे इनकी ये मूर्ति बनाई गई है, और इनका नाम स्वामी वासुदेव है। അമ്പലത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കണ്ടേ മാവും തോട്ടമാണ്, ഇഷ്ടം പോലെ മാങ്ങ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. അതെല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കൈകൊണ്ട് എത്തി പറിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസിലാണ് മാങ്ങയൊക്കെ നിൽക്കുന്നത്. ഇത് ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാം. ഒരു സൈറൻ മുഴങ്ങുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അതായത് ഇവിടുത്തെ റിസർവോയറിലെ ഷട്ടർ തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പം എല്ലാ ദിവസവും ഇതുപോലെ ഒരു കുറച്ച് സമയത്തേക്ക് ഇവർ വെള്ളം കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുറന്നു വിടുന്നതാണ്. അപ്പോൾ ഈ പുഴയുടെ സൈഡിലുള്ള ആൾക്കാരൊക്കെ മാറാൻ വേണ്ടി അവർക്ക് മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ ഈ സൈറൻ മുഴങ്ങുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ സൈറൻ നിന്ന് കഴിയുന്നതോടുകൂടി അവിടുന്ന് ഷട്ടർ ഓപ്പൺ ചെയ്യും, ഇവിടെ ഈ പുഴയിലെ വെള്ളം കൂടുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പവൻഭായ് ആണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഞാൻ ആദ്യം സൈറൻ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് സംഭവം, ഇപ്പോൾ 1 മണി 2 മണി ആയതിൻ്റെ അങ്ങനെ വല്ലതും ആണോ? അതൊന്നുമല്ല. അപ്പം ഇപ്പോൾ തന്നെ ഈ സൈറൻ നിൽക്കുന്നതോടുകൂടി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പുഴയിലെ വെള്ളം കൂടും, ഇവിടെ ഫോഴ്സൊക്കെ കൂടിയിട്ട് കുറച്ചുകൂടി ഡേഞ്ചറാവും. അപ്പോൾ ഇവിടെ ഈ ബോർഡിൽ അതും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബോർഡിൽ കാര്യം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈറൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് പുഴയിൽ നിന്ന് കരയിലേക്ക് കയറേണ്ടതാണ്. നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ ചാടാനായിട്ട്. നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത ആ ബ്രിഡ്ജിൻ്റെ താഴ്വാരത്താണ് ഇങ്ങനെ ഒരു വെള്ളത്തിൽ ചാടാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് കിട്ടിയത്. ഇത് പ്രിൻസ് ആണ്ട് ഡ്രസ്സൊക്കെ ഒരു റെഡി ആയിട്ട് ചാടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പൂള് പോലത്തെ ഒരു ഏരിയ ആണ്. ആദ്യം ഇതാണ്ട് പ്രിൻസ് ചാടാൻ വേണ്ടി റെഡി ആയതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. നമ്മൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വിടുന്ന പ്രസ്ഥാനമില്ല. അപ്പോൾ ആണ്ടെ വെള്ളത്തിലേക്ക് ചാടാൻ പോവാം. പ്രിൻസ് ജായക പാനിമേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചാടാൻ പോവാണ്. जा पकड़ना से माइकल देखना इसको तरना ही ओए यहाँ नहीं मारनी तरने पाऊँ वहाँ അടിപൊളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കരയ്ക്ക് കയറിയിട്ടുണ്ട്. തലയൊക്കെ ഏകദേശം തോർത്തി. അപ്പോൾ നല്ല വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം, പക്ഷേ വലിയ തണുപ്പില്ല. നമ്മൾ ഹിമാചലിലെ വെള്ളത്തിൽ ഇതുവരെ കുളിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രുദ്ര വാട്ടർഫോളിലൊക്കെ ചാടിയപ്പോഴത്തേക്കും തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വളരെ നോർമലായിട്ടുള്ള ഒരു ക്ലൈമറ്റിലുള്ളൊരു വെള്ളം. അതായത് നമ്മൾ കേരളത്തിൽ നമ്മളവിടെ പുഴയിൽ കുളിക്കാൻ പോകുമ്പം ആ വെള്ളത്തിനുള്ളൊരു തണുപ്പ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഈ വെള്ളത്തിൽ ചിലവഴിച്ചു. അങ്ങനെ പവൻഭായ് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ തിരിച്ചിത് കയറിയത്. അതുകൊണ്ട് പ്രിൻസ് ഉടുപ്പൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്.
മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ചിക്കൻ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം പവൻ ഭായിയുടെ ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. ടാക്കൂർ ചിക്കൻ കോർണർ എന്നാണ് കടയുടെ പേര്. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. क्या क्या कौन सा आइटम बनाते हैं चिकन का? പക്കോട. പക്കോടയാണ് ഉണ്ടാക്കുന്നത്. ആണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് ചിക്കൻ. आज छुट्टी कोई वर्क वगैरह कुछ नहीं कर गया अभी. ऐसे काम कुछ नहीं है तो ऐसे आएगा इधर. इधर रहना ही है मैंने. हाँ मस्त. ओके ओके नाइस टू मीट यू. पार्टी पूरी हाँ पार्टी पूरी यहाँ चाहिए पर ये पूरे दिन भेजना फिर उसको. पूरा भेजेगा. अब पार्टी कब बैठा है हम दारू दूर हाँ. पीने का. दारू दूर पीने का वो हमारा अपना काम होता है. वो जब इच्छा करेगी तब पिएगी आराम से. शाम का टाइम आ गया तो आपका कौन सा टाइम? मेरा टाइम मैं बिताऊंगा. वाह शॉट. ये छोटा फिल्टर है हमारा. ओए പവൻ ഭായിയുടെ പയ്യനുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ പവൻ ഭായിയുടെ അനിയൻ്റെ പയ്യനുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ കുട്ടികളുടെ കൂടെ നമ്മൾ നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ വില്ലേജിൻ്റെ താഴ്വാരത്തൂടെ നടന്ന് വില്ലേജിനകത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനാണ് പ്ലാന്. അപ്പോൾ സൺസെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു സ്കൈ ആണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് കൊച്ചു ടീം വരെ പറന്ന് കയറി പോവുകയാണ്. ഇവന്മാരുടെ കൂടെ ഞാനും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടെ. सिगरेट मिलेगी तारो माथे नाम बेटे रेट मिलेगी सच बोली जाना है तो 295 करेगा तो पुत्र तेरे हेट मिलूंगी इनकन टोवल सिगरेट मिलूंगी तारो माथे नाम बेटे रेट मिलूंगी सच बोली जाना है तो 295 करेगा तो पुत्र हेट मिलूंगी इनकन टोवल सिगरेट मिलूंगी 10 इनकन टोवल सिगरेट मिलूंगी तारो माथे नाम बेटे रेट मिलूंगी सच बोली जाना है तो 295 करेगा तो पुत्र हेट मिलूंगी. പവൻ ഭായി ഉണ്ടായിരുന്നു, പവൻ ഭായിയുടെ പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കറങ്ങി നടന്ന് കണ്ടു. ഇവിടുത്തെ കടകളിലൊക്കെ കയറി നടന്നു. എല്ലാവരെയും പരിചയപ്പെട്ടു. ഈ പവൻ ഭായിയുടെ ഫ്രണ്ട്സാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ ഈ വില്ലേജിലുള്ള ആൾക്കാരെല്ലാവരും ഒരേ ബോണ്ടിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ആകെ 20 വീടുകളേ ഉള്ളൂ. ആ 20 വീടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ മൗണ്ടൻസിലുള്ള ഒരു ജീവിത രീതിയും അതൊക്കെ നമുക്ക് മനസ്സിലാക്കി. പിന്നെ ഇതുപോലുള്ള ഒരു റിമോട്ട് വില്ലേജിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് വില്ലേജുകൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് വില്ലേജുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ ഒരു വില്ലേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പുതിയതായിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അത് നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈവനിങ് ആയി, രാത്രിയാകാറായി. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.